നമസ്കാരം, ഞാൻ സുജാത. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ നമ്മൾ ക്ലോത്ത് ബാഗിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ ബേസിക്കായിട്ട് ഏതൊക്കെ സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചിരിക്കണമെന്ന് ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് ബാഗിൽ അന്ന് പഠിപ്പിച്ച സ്റ്റിച്ചുകളുടെ ഡിസൈനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പല വീഡിയോ ഇല്ലാതെ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. പക്ഷെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബേസിക് സ്റ്റിച്ചുകൾ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണെന്ന് ഞാൻ കാണിക്കുന്നത്. ബാഗിൽ തന്നെ ചെയ്താട്ടോ. അപ്പോൾ അതൊന്നും കൂടെ കാണിക്കുകയാണ്. ഇനി ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, വെറുതെ സിമ്പിളായിട്ട് ഓരോ ലൈൻ വരച്ചു കൊടുക്കുക. വെറുതെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. നമ്മൾ ഉപയോഗിച്ച പെൻസില് ഗ്ലാസ്സിലൊക്കെ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെൻസിലാണ് അപ്സരയുടെ കേട്ടോ. റെഡ്, വൈറ്റ്, ബ്ലൂലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന നൂല് ആങ്കറിൻ്റെ നൂലല്ല, സാധാരണ ഒരു ഡോറിയുടെ ഒക്കെ നൂലാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നൂലാട്ടോ. അതൊക്കെ ഒരു 8 കളർ നൂലാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ 2 സൂചിയുണ്ട്. ഒന്ന് 4 നമ്പറാണ്, മറ്റേ വലിയ സൂചിയാണ്. നമ്പർ കറക്റ്റ് അറിയില്ല, കാരണം വാങ്ങിയിട്ടതിന് മിക്സ് ഇട്ട കാരണേ നമ്പർ ഓർമ്മയില്ല. മറ്റത് 4 നമ്പർ സൂചിയാണ്. മനസ്സിലാവുണ്ടോ? പിന്നെ നമുക്ക് സിസറും വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ സ്റ്റിച്ച് ഓർമ്മ ഉണ്ടോ? നമ്മുടെ ഫ്ലൈ സ്റ്റിച്ചാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഒരെണ്ണം ചെയ്തു. ബാക്കിലേക്ക് എടുക്കുന്നു, സൂചി ഇറക്കി, പിന്നെ 2 സൈഡിലേക്കുമായിട്ടാണ് സ്റ്റിച്ച് ഇടുന്നത്. നേരെ ഓപ്പോസിറ്റ് സൂചി കുത്തി ഇറക്കുന്നു, പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് സൂചി കൊണ്ടുവരികയാണ്. അങ്ങനെ ഫ്ലൈ സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഫ്ലൈ സ്റ്റിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യണത്. അതായത് സൂചിയിൽ നൂലിങ്ങനെ ചുറ്റുക. എത്ര ചുറ്റണം? ഇതിലിപ്പോൾ ഞാൻ 2-3 ചുറ്റിയിട്ടുള്ളൂ കേട്ടോ. 3 ചുറ്റിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുറ്റുക. സൂചിയിൽ നൂല് ചുറ്റുക, ശ്രദ്ധിക്കണം കേട്ടോ. സൂചിയിൽ നൂല് ചുറ്റുക. എന്നിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചതാട്ടോ. എന്നാൽ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഫ്രഞ്ച് നോട്ട് ചെയ്തു. ഇപ്പോൾ 2 ചെയ്തിട്ടുണ്ട്. 2 കൂടി കാണിക്കാം. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ചിൻ്റെ കൂടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഒത്തിരി സ്റ്റിച്ചുകൾ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഡിസൈനും ചിലപ്പോൾ പേരും ഒക്കെ മാറാറുണ്ട്. ഒത്തിരി ഉപയോഗമുള്ള സ്റ്റിച്ചാണ് ഫ്ലൈ സ്റ്റിച്ച്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണേ. 2-3 സ്റ്റിച്ച് കൂടെ കാണിക്കാം കേട്ടോ. അത്രയ്ക്ക് മതി, നമ്മൾ പഠിച്ചതാണല്ലോ. ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? എൻ്റെ ഫ്ലവറിൻ്റെ കേട്ടോ. ഇത് ലേസി സ്റ്റിച്ചിലാണ് ചെയ്യാൻ പോണത്. എങ്ങനെ എടുത്തു? ലേസി എങ്ങനെയാണെന്ന് അറിയാലോ നമുക്ക്. എങ്ങനെ എടുത്തു? അതായത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ സൂചി കുത്തുന്നത് പുറത്തേക്കായിരിക്കും. ചെയിൻ സ്റ്റിച്ചിലേക്ക് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കുത്തും, ഇത് പുറത്തേക്ക് കുത്തും. അത്ര വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. നമ്മളെടുത്ത് ഒരെണ്ണം കൂടി ഇപ്പുറത്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്കതിന് മൂന്നിനെയും കൂടി ഒരൊറ്റ സ്റ്റിച്ചിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെ എടുത്തു, മൂന്നിനെയും കൂടി ഇങ്ങനെ എടുത്തു. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് കുത്തി ഇറക്കി. ഓക്കെ. സെയിം സ്റ്റിച്ച് ലേസി ഡേസി തന്നെയാണ് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ചാണേ. സ്റ്റെം സ്റ്റിച്ച് നല്ലൊരു സ്റ്റിച്ചാണ്, എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റെമ്മൊക്കെ ചെയ്തു. ഇനി ഫ്ലവർ ചെയ്യാൻ പോവാണ്. നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിലാണ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റല്ല, കുറച്ച് വിട്ടിട്ട് സൂചി താഴെ ഇറക്കി ഇത് നേരെ ഓപ്പോസിറ്റ്, ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൂചി എടുത്തു. ഓക്കെ. എന്നിട്ട് ഇതാണ്ട്. അപ്പോൾ സൂചി എടുക്കുമ്പോൾ നൂല് സൂചിയുടെ അടിയിലേക്കായിട്ട് വേണം എടുക്കാൻ, മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ നേരെ ഇങ്ങോട്ട് കുറച്ച് ഇപ്പുറത്തൊക്കെ ആയിട്ട് സൂചി കുത്തി ഇറക്കണം നമ്മൾ. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഈ നൂല് ഇങ്ങനെ തന്നെ അങ്ങനെ പിടിക്കണം കേട്ടോ. അങ്ങനെ പിടിച്ചില്ലെങ്കിൽ നൂല് കുഴഞ്ഞു പോകും. ഇങ്ങനെ തന്നെ പിടിക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇതുണ്ടല്ലോ, ഇത് നേരെ ഓപ്പോസിറ്റ് എടുക്കുക സൂചി മുകളിലേക്ക്. സൂചി നൂല് അങ്ങനെ തന്നെ പിടിക്കുക കേട്ടോ. ഇതാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഓക്കെ. വീണ്ടും നമ്മൾ ഇതിൻ്റെ കുറച്ച് ഇപ്പത്തായിട്ട് സൂചി കുത്തി ഇറക്കണു. സൂചി ഇവിടെ കുത്തി ഇതാ എടുത്തു. അപ്പോൾ ഇതിങ്ങനെ പിടിക്കണം കേട്ടോ. നൂലിങ്ങനെ വലിച്ചു പിടിക്കണം. കണ്ടല്ലോ. ഇതിന് നമുക്ക് ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടും എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. 1 2 3. ഇത് നമ്മുടെ ബാക്ക് സ്റ്റിച്ചാണ്. അടുപ്പിച്ചടുപ്പിച്ചിട്ട് പതിയില്ലാതെ ചെയ്താൽ മാത്രമേ വൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൽ നമ്മൾ വീണ്ടും ലേസി ഡേസി സ്റ്റിച്ച് ലീഫായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തിങ്ങോട്ട് പുറത്തു താഴത്തേക്ക് ഇട്ടു. ഇനി സൂചി മുകളിലേക്ക് എടുക്കണം. ഇതിൻ്റെ നടുവ് കൂടെ, ഇതിൻ്റെ നൂലുകളുടെ നടുവ് കൂടെ കണ്ടോ. ഇതാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. സ്പ്ലിറ്റ് ആക്കുക ലൈനിനെ. ഓക്കെ. കുത്തി തുരണം. ഞാനിപ്പോൾ ഇതിലൊരു ഡിസൈൻ വരച്ചിട്ടില്ല. അപ്പോൾ ഡിസൈൻ വരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ലേസി ലേസി തുന്നാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണ്ട. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് തുന്നാം. നെക്സ്റ്റ് ഫ്ലൈ സ്റ്റിച്ച്. ഇത്തിരി കൂടെ നീളത്തിൽ അത് ചെയ്യാൻ പോണം. നേരത്തെ നമ്മൾ കാണിച്ചതാണ്. നടുവിൽ കുത്തിയെടുത്തു, കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചെയ്യാം. നടുവിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നടുവിൽ കുത്തിയെടുത്തു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് കുത്തി ഇറക്കണു. അപ്പോൾ അപ്പോഴേക്ക് നൂലിങ്ങനെ പിടിക്കണു. എന്നിട്ട് ഇടയ്ക്ക് എടുക്കുമ്പോൾ കുറച്ചൊക്കെ ചെയ്തില്ലേ അത് തന്നെ. പക്ഷെ നമ്മൾ കുറച്ച് മുമ്പേ ചെയ്ത വ്യത്യാസമുണ്ട്. ഇതിൽ നമ്മൾ കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ട് ഇവിടെയും
കുറച്ചും കൂടി ഗ്യാപ്പിട്ട് നമുക്ക് വേറൊരു ഡിസൈൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് ഗ്യാപ്പിട്ട് നടുവിലേക്ക് കുത്തിയെടുക്കണം. വീണ്ടും ഇവിടെ തന്ന ഗ്യാപ്പ്, നല്ല ഗ്യാപ്പിൽ ഇതേപോലെ പിന്നിലേക്കും. അപ്പോൾ ഇത്രയും വലിയ ഫ്ലൈ സ്റ്റിച്ച് എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവും, പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നല്ല ഭംഗിയായില്ലേ ആ സ്റ്റിച്ച്, പൂങ്കുല വീണ പോലെ. ഇനി നമുക്ക് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നോക്കാം. മുമ്പിലേക്കാണ് സ്റ്റിച്ച് എടുക്കുക കേട്ടോ. ബാക്കിലേക്ക് സൂചി കൊണ്ടുവരിക, എന്നിട്ട് മുമ്പിലേക്ക് സ്റ്റിച്ച് ഇടുക. ഇത് അടുപ്പിച്ചിട്ട് നമ്മൾ ലീഫിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ലീഫിൻ്റെ സ്റ്റിച്ചുകൾ ഇതുവരെ പരിചയപ്പെടുത്തിയില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ലീഫുകളുടെ മാത്രം സ്റ്റിച്ചുകൾ പരിചയപ്പെടാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെറുതെ ഓരോ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇത് ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച് പറയും. അങ്ങനെ വെറുതെ ഓരോന്നും അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പൊക്കെയാണ് ഫില്ലാവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൗച്ചിങ് ആണ്. ഈ കൗച്ചിങ് 2 നൂല് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. ഒരു നൂല് നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുക, നെക്സ്റ്റ് നൂല് കൊണ്ട് നെക്സ്റ്റ് നൂല് കൊണ്ട് നമ്മൾ വലിച്ചു പിടിച്ച നൂലിനെ ഒന്ന് ഉറപ്പിച്ച് നിർത്തുക. അതാണ് കൗച്ചിങ്. ലൈൻ ഫില്ല് ചെയ്യാൻ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പർപ്പസ്, ലൈൻ ഫില്ല് ചെയ്യാൻ. പക്ഷെ നല്ല ഭംഗിയായിരിക്കും. ഗ്യാപ്പൊക്കെ ഒരേ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് കവർ ചെയ്യാൻ. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ. ഇത് അടുക്കടുക്കായിട്ട് ലേസി ചെയ്ത അടുക്കടുക്കായിട്ട്. ഇതിലിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ലേസിയാണ് തോന്നുന്നു അല്ലേ. ഫ്രഞ്ച് നോട്ട്, കുറച്ച് ഫ്രഞ്ച് നോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ. ഇനി നമ്മളിതിനെ നേരെ കുത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഇവിടെ കുത്തുക.
അടുത്തത് സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഡിസൈനാണ്. നമുക്കിതിനെ 2 കളർ കൊണ്ട് ഫില്ല് ചെയ്യാം. ഞാൻ യെല്ലോ റെഡ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് എടുത്തോളൂ. നല്ല ഭംഗിയും 2 കളറൊക്കെ വെച്ചിട്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ ഡിസൈനുകൾ ഏകദേശം ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ, സ്റ്റിച്ചുകളൊക്കെ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒക്കെ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാ സ്റ്റിച്ചും ചെയ്ത് നോക്കണേ. എന്തെങ്കിലും കമൻറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും കമൻറ്റ് പറയണേ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.